ഇപ്പം എക്സ്പോയെ പറ്റി പറയാനും നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി പറയാനും ഈ ഒരു അവസരം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ്. KHRയും അബാദ് ഫുഡ്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഭംഗിയായിട്ട്. അത് ഇരു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാരവാഹികൾ എല്ലാവരും, ഇപ്പോൾ റസാഖാണെങ്കിലും അസീസാണെങ്കിലും മനോഹരനാണ്, ഇവരെല്ലാവരും നമ്മളുടെ ഡയറക്ടേഴ്സും എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ളതാണ്. ഞങ്ങളുടെ ഫാക്ടറിയിൽ വന്ന് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നോക്കി കൺഫേം ആയിട്ട് അവരുടെ മെമ്പേഴ്സിന് അത് റെഫർ ചെയ്യുന്ന ഒരു നേതൃത്വ നിരയാണ് ഇപ്പോൾ KHRയ്ക്ക് ഉള്ളത്. പിന്നെ 3 ദിവസമായിട്ട് വളരെ ഭംഗിയായിട്ട് ഇത്രയും വലിയൊരു ഇവൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി ഓർഗനൈസേഷൻ്റെ വലിയൊരു പവറാണ് അത് കാണിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ ധാരാളം വിസിറ്റേഴ്സ്, ധാരാളം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അബാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റയർ പ്രോഡക്റ്റും ഞങ്ങളുടെ ബക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സീ ഫുഡായിട്ട് തുടങ്ങിയതാണ്. സീ ഫുഡ്, പൗൾട്രി, മീറ്റ്, ഫ്രോസൺ വെജിറ്റബിൾസ്, റെഡി ടു ഫ്രൈ സ്നാക്സ്, പൊട്ടാറ്റോ പ്രോഡക്ട്സ്, അതുപോലെ ഇന്ത്യൻ ബ്രെഡ്സ്, പൊറോട്ട, ഡയറി പ്രോഡക്ട്സ്, പനീർ, ബട്ടർ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും ഞങ്ങളുടെ ഹബ്ബുകളിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ കാസർഗോഡ് ഒഴികെയുള്ള എൻ്റയർ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് ഓൺ കോൾഡ് സ്റ്റോറേജ് പ്ലസ് ഓൺ ഓഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡോർ ഡെലിവറിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. 100% ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റ്, കൺസിസ്റ്റൻറ്റ് പ്രൈസിൽ 200% ഗ്യാരണ്ടിയുള്ള സർവീസ്. ഇതാണ് അബാദ് ഫുഡ്സ്. 100% ക്വാളിറ്റി, ടെമ്പറേച്ചർ എൻഷേർഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്റഡ് ട്രക്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് അബാദ് ഫുഡ്സ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തരാനുള്ള ഗ്യാരണ്ടി. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് KHRയായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ. എക്സ്പോയിൽ ധാരാളം സന്ദർശകരുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എൻക്വയറികൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? എക്സ്പോ ഈ 2 ദിവസം ഇത് വെച്ച് നോക്കുമ്പോൾ സക്സസ് ആണ്. ഒത്തിരി പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു ബിസിനസ് മെയിൻ്റനൻസ് തന്നെയാണ്. ഇതിൽ അത്യാവശ്യം വരുന്ന 80-85% ആളുകളും നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലയൻറ്റ്സ് ആണ്. 15,000 ആക്റ്റീവ് കസ്റ്റമേഴ്സ് അബാദ് ഫുഡ്സിനുണ്ട്. അതിൽ റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾക്കൊരു 40% ബിസിനസ് റെസ്റ്റോറൻറ്റ് മേഖലകളിൽ നിന്നാണ്. ഹോട്ടൽ മേഖലയും കൂടി കൂടുമ്പോൾ അതൊരു 50-55% വരും. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രസൻസ് സ്റ്റോളിലുള്ളത് അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഞങ്ങൾക്കും അവരെ കാണുന്നതിലൊരു സന്തോഷമാണ്. എന്തുകൊണ്ടും വളരെ വിജയമാണ് ഈ ഫെയർ. താങ്ക് യു. എക്സ്പോയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം? നല്ല റെസ്പോണ്ട് ഉണ്ടല്ലോ അല്ലേ? നല്ല പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എക്സ്പോയിൽ വന്നിട്ട് നല്ല ബിസിനസ് കിട്ടിയിട്ടുണ്ട്. KHRയായിട്ട് നിങ്ങൾ ഇനിയും സഹകരിക്കും? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബിസിനസ്സിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നല്ല ഇപ്പോൾ തന്നെ നമുക്ക് കുറേ കോഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓഫീസിൽ. നമുക്ക് അതിനോട് ബിസിനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. സഹകരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. താങ്ക് യു. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ യൂണിഫോം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ നമുക്ക് ക്വാളിറ്റിയിൽ ബാർഗനിങ് ഇല്ല. നല്ല ക്വാളിറ്റി സാധനം കൊടുക്കും. അതിന് മിതമായ വിലക്കാണ് നമ്മൾ സാധനങ്ങൾ ഇന്നുവരെ കൊടുത്തിരിക്കുന്നത്. KHRയുടെ എല്ലാ സ്റ്റാളും നമ്മളുണ്ടാവും. KHRയുടെ സർവീസ് നല്ലതാണ്. നിങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഈ എക്സ്പോയെ പറ്റി എന്താണ് അഭിപ്രായം? എക്സ്പോ ആക്ച്വലി ഹോട്ടലിൽ ഇൻഡസ്ട്രിയിലെ ആൾക്കാരല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സ്പോ ആണ്. നമ്മൾ ഫോക്കസ് വന്നിട്ട് അത് ആക്ച്വലി ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ് അധികം ഉള്ളത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനിയാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രോഡക്റ്റും ആക്ച്വലി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ ഹോട്ടലിൽ കുറച്ച് പ്രോഡക്റ്റ്, ഒരു 5% പ്രോഡക്റ്റ് മാത്രമേ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളൂ. എന്നാലും കുറേ ആൾക്കാർ നമുക്ക് ലീഡ്സ് തന്നിട്ടുണ്ട്. ഒരു 10-100 ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് 100% സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയാണ്. നമ്മളതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കേരളത്തിൽ മാർക്കറ്റിംഗ് എടുത്തിയാണ്.
അപ്പോൾ അങ്ങനെ നോക്കി ശ്രമിക്കുന്നു. താങ്ക് യു. എക്സ്പോയിൽ വന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെയും എക്സ്പോയിൽ നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ നിങ്ങൾക്ക് തന്നെയായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ബിസിനസ്സിൻ്റെ എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. മെയിൻലി നമ്മൾ വുഡാണ് കൂടുതൽ ഇവിടെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. കൂടെ ഇപ്പം മെറ്റലും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ഓൺ ചെയ്തതാണ് എക്സ്ട്രാ. അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് റിക്വയർമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊരു ഓർഡറാക്കി മാറ്റണം. ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം വരുന്നതും എല്ലാം ജെനുവൻ കസ്റ്റമേഴ്സാണ്. അപ്പോൾ KHRയുടെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരുന്നത് അത് ജെനുവൻ കസ്റ്റമേഴ്സ് മാത്രമാണ്. മറ്റേ നമ്മൾ പുറത്ത് പോയിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് ആ ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മളൊരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി നമ്മളെ ഇതിൽ അസീസൊക്കെ അതുപോലെ തന്നെ റഹീമൊക്കെ അവരായിട്ട് ഓൾറെഡി കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ വന്നിട്ടുള്ള ഒരു സ്റ്റാളിങ് ഇത് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഈ KHRയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് റെക്കമെൻഡേഷൻസും നമുക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് ഇതുവരെയായിട്ടുള്ള കിട്ടുന്നുണ്ട്. ഇനി ഭാവിയിലേക്കും അത് കിട്ടുന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാൾ ഗ്രാൻഡായിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ്. താങ്ക് യു. 40ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ എക്സ്പോയിൽ വന്നിട്ട് പാരിസണും KHRയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം പാരിസൺ ഈ എക്സ്പോയിൽ വന്നിട്ട് ഇപ്പം ഈ പ്രാവശ്യം ഈ തൃശ്ശൂർ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? തൃശ്ശൂർ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ഫുട്ഫോൾസ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ. അപ്പം ഇതുവരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. നമ്മളെ ഫുൾ ടീമും കേരളത്തിൻ്റെ മുഴുവൻ സെയിൽസ് ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല റെസ്പോൺസാണ് ഇതുവരെ കിട്ടിയത്. ഞാൻ ശ്രദ്ധിച്ചു, സ്റ്റാളിൽ നിറച്ച് നിങ്ങളുടെ ക്രൂ മുഴുവൻ നല്ല നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ഏത് ചോദ്യത്തിനും ഉത്തരം തരത്തിലേക്ക് അത്രമേൽ സ്റ്റാഫിനെയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ നല്ല രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു നല്ലൊരു ഇവൻ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലേ? അതെ, നമ്മൾ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സെയിൽസ് ടീമിനോട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിൽ നിന്നും ഒരു കസ്റ്റമർ വന്നാൽ അയാൾക്ക് എന്താണ് അയാളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മുടെ മൈദ ആയിരിക്കും എടുക്കുന്ന, നമ്മൾ വേറെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അത് കൂടാതെ പാരിസൺസ് എന്ന് പറഞ്ഞ കമ്പനി എപ്പോഴും R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രോഡക്ട്സ്, പുതിയ പുതിയ ടെക്നീക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച ആൾക്കാരെ കൊണ്ടുവന്ന് പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡിയ ഹോട്ടൽസായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതായത് പുതിയൊരു കാലത്തിനനുസരിച്ച് എന്തൊക്കെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഹോട്ടലുകാർക്ക് കൊടുക്കാം. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇത്രയും വിശാലമായ ഒരു സ്റ്റോള് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു സാർ. അപ്പം എല്ലാ ബെസ്റ്റ് വിഷസ്. അപ്പം മേലാൽ KHRയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എങ്ങനെയുണ്ട് KHRയുടെ ഈ എക്സിബിഷൻ ആസ് എ മെമ്പർ? എന്ത് തോന്നുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരുന്നു. കൊള്ളാം, അടിപൊളിയാണ്. ഇനിയും വരും. താങ്ക് യു.
KSRD എക്സ്പോയിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കസ്റ്റമറെ കാണാനും പരിചയപ്പെടാനും പറ്റി. KSIൻ്റെ പരിപാടി ഇത്ര വലിയൊരു പരിപാടിയാണെന്ന് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് ഭയങ്കര വെൽത്തായി. വളരെ നന്ദി KSIക്കും എല്ലാവർക്കും. താങ്ക് യു. എൻക്വയറികളൊക്കെ പ്രോപ്പറായിട്ടുണ്ട്. ഇന്നും നാളെയാണ് പ്രധാന ദിവസം, ഇന്നും നാളെയായിട്ടാണ്. താങ്ക് യു. നാളെ ഇവിടെ ഉണ്ടാവും. കൂടുതൽ ആളുകളെ കാണാൻ പറ്റട്ടെ. ശരി, താങ്ക് യു. നമ്മുടെ ക്യാമറയുടെ സ്റ്റാള് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് KSRായിട്ട് പങ്കുവെക്കുക. വളരെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയത്. ആദ്യത്തെ ഒരു ദിവസം കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിൽ ഇന്ന് നല്ല രീതിയിലേക്ക് ക്രൗഡ് വന്നിരുന്നു. ഞങ്ങൾക്ക് കുറേ റെഫറൻസുകൾ കണക്ട് ചെയ്യാൻ പറ്റി. ഫ്യൂച്ചറിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു വേദിയാണിത്. എപ്പോഴും നമുക്ക് ഫ്യൂച്ചർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തുള്ള വർഷങ്ങളും നമ്മൾ ഇത് കണക്ട് ചെയ്യാനുള്ള സന്തോഷം ഉണ്ടാകുന്നു. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. വളരെ നന്ദി. താങ്ക് യു. നമ്മുടെ 60ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ എക്സ്പോയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എവിടെയെന്ന് പറയാമോ? ഇന്നലെ സ്റ്റാർട്ടിങ് നല്ല ക്രൗഡായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹോട്ടൽ മേഖലയിലുള്ള ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നാളെയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരുവിധപ്പെട്ട ഹോട്ടൽസിൻ്റെയൊക്കെ പ്രീമിയം ലെവലാണെന്നുണ്ടെങ്കിലും ബിലോ ആവറേജ് ആണെന്നുണ്ടെങ്കിലും എബോ ആവറേജ് ആയിട്ടുള്ള എല്ലാ ഹോട്ടൽസും എത്തിയിട്ടുണ്ട്. അപ്പം ഈ എക്സ്പോയിൽ വന്നിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇതൊരു ആദ്യത്തെ ഒരു പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഇത് ഓൾ കേരള ലെവലിലുള്ള ഒരു പെനട്രേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് ലെവൽ ആലോചിക്കുമ്പോൾ ഇത് വളരെ ലോങ് ടേമിന് വേണ്ടിയിട്ടൊരു നല്ല ഗ്രോത്ത് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കൂടും വർഷം വരുന്ന വർഷങ്ങളിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ബിസിനസ് എൻക്വയറികളൊക്കെ പ്രോപ്പറായിട്ടുണ്ടോ ആളുകളുടെ? ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് ഈ ബ്രാൻഡിന് വെൽ നോൺ ആണ്. പിന്നെ ചില കൺഫ്യൂഷനുകളുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന കുറേ മാൽ പ്രാക്ടീസസും ഉണ്ട്. ചില ബ്രാൻഡുകൾ ഞങ്ങളെ തന്നെ കുറേ മിസ്ലീഡ് ആയിട്ടുള്ള കുറേ വേർഷൻസ് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് എല്ലാം തീർക്കാനുള്ള ഒരു വേദി കിട്ടിയിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ എക്സ്പോ ഒരു സക്സസ് ആണ്. ഇന്നും നാളെയായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ അത് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പോൾ നാളെ ഇനിയും കുറച്ചും കൂടി പ്രൊമോട്ടേഴ്സിനെ അഗ്രസീവായിട്ട് ചെയ്ത് ഇതിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. മാക്സിമം എന്താ പറയുക, ഇവർക്ക് കുറേ അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എക്സ്പോൻ്റെ മെയിൻ ലക്ഷ്യം. റൈസ് ബ്രാൻഡ് ആണല്ലോ, ബേസിക്കലി റൈറ്റ് പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളതാണ്. പിന്നെ പ്രൈസ് കൺസ്ട്രെയിൻസ്, വേറെ മറ്റുള്ള എല്ലാ സജഷൻസും ഫീഡ്ബാക്സ് എടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. താങ്ക് യു. സ്കാൻ ചെയ്തേക്കാവോ? ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്തു. യൂട്യൂബ്, ഫേസ്ബുക്ക് റേറ്റിംഗ് കൊടുക്കാനാണ്. റേറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ ഇത് വരുന്ന അവസ്ഥയില വരും. മറ്റേ ഇതില്ല, ഗൂഗിൾ എടുക്കുക. KSRയുടെ എക്സ്പോയിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വിവരിക്കാം. KSR ശരിക്കും കേരളത്തിലെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽ ഇൻഡസ്ട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപക്ഷെ ഒരു യുണീക്ക് ബോഡിയാണ്. അതിൻ്റെ സ്ട്രെങ്ത് ഈ എക്സിബിഷനിൽ കാണുന്നുണ്ട്. ഒത്തിരി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അഥവാ KSR മെമ്പേഴ്സ് വരുന്നുണ്ട്. എനിക്കൊന്നൊരു നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് KSR എല്ലാവരും ഇവിടെ എത്തിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സിബിഷനാണ്. നിങ്ങളുടെ സ്റ്റാളിൽ കാണാവുന്ന പോലെ ഞങ്ങളിങ്ങനെ ഫുള്ള് ബിസിയായി സൂക്ഷിക്കുന്ന വളരെ ക്വാളിറ്റി കസ്റ്റമേഴ്സ് വരുന്ന ഒരു എക്സിബിഷനാണ്. ഇവിടെ നല്ലൊരു ബിസിനസ് നിങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു, നല്ലൊരു സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ, കാരണം നമ്മളെല്ലാവരും ഒരു ഹോസ്പിറ്റാലിറ്റി സർവീസ് ഇൻഡസ്ട്രിയിലാണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അഥവാ റെസ്റ്റോറൻറ്റ്സിന് ബിസിനസ് ഉണ്ടായാലാണ് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാകും. അപ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ടേസ്റ്റിൽ ഏറ്റവും സേഫ്റ്റിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് അത് ഉറപ്പുവരുത്തലാണ് ഞങ്ങളുടെ പണി. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സും കൂടി നിങ്ങളുടെ ബിസിനസ്സും കൂടി. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. ഓക്കെ, KSRയുടെ ഈ എക്സ്പോയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഇവിടെ പറയാമോ? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കോൺടാക്ട്സ് കിട്ടുന്നുണ്ട്. നല്ല റെഫറൻസും ലീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. നമ്മളെ ക്ലയൻസും എല്ലാവരും ഇവിടെ ഒന്നുകൂടി റിഫ്രഷ് ആയി. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. താങ്ക് യു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻക്വയറിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമറിനെ എൻഡ് കസ്റ്റമർ തന്നെയാണല്ലോ ഹോട്ടൽസ്. നമ്മുടെ സാധനം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഫുഡ് പ്രോഡക്ട്സിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആണ് എൻക്വയറിയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സാറ്റിസ്ഫൈഡ് ആണ്.